കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 28-ാമത്തെ വാക്യം. നീ ദൈവത്തോടും മനുഷ്യരോടും വെല്ലുവിളിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഈ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് നീ ദൈവത്തോടും മനുഷ്യരോടും വെല്ലുവിളിച്ച് ജയിച്ചു എന്നുള്ളതാണ്. പ്രൈസ്. യാക്കോബിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണെങ്കിലും ഈ കാലഘട്ടത്തിലുള്ള ജനത്തിന് ഇതൊരു വലിയ ദൂതാണ്. പ്രൈസ്. അപ്പൊ നമ്മൾ ഈ വചനമൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് യാക്കോബ് ദൈവത്തിന്റെ മഹത്വം കണ്ടതുപോലെ നമുക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. പ്രൈസ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം അനുഭവിച്ചറിയണമെന്നാണ് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്. രക്തജയം ഹല്ലേലൂയ. അപ്പം വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പ്രാർത്ഥനയിൽ ശക്തമായിട്ട് പോരാടുന്ന ഒരു ഭക്തനായ മനുഷ്യനായിട്ടാണ് ഇവിടെ യാക്കോബിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. യാക്കോബിന്റെ പല സ്വഭാവങ്ങളെ നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ അല്ലൊരു ശക്തമായി പ്രാർത്ഥനയിൽ പോരാടുന്നവൻ. ഹല്ലേലൂയ. അപ്പൊ ശക്തമായി പ്രാർത്ഥനയിൽ പോരാടിയ യാക്കോബിനെ സന്ദർശിച്ച ദൈവം നമ്മളെ സന്ദർശിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശക്തമായി പ്രാർത്ഥനയിൽ പോരാടുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയാണെങ്കിൽ ആ ദൈവമഹത്വം നിങ്ങളിൽ വെളിപ്പെടുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്ത് യാക്കോബ് എന്ന പേരിന് പോരാടുന്നവൻ എന്നൊരർത്ഥമുണ്ട്, ചതിയൻ എന്നൊരർത്ഥമുണ്ട്, വഞ്ചകൻ എന്നും തള്ളിയിടുന്നവനുമൊക്കെ യാക്കോബിനെ വിളിക്കുന്നത്. എന്തൊക്കെയാണ്? പോരാടുന്നവൻ, ചതിയൻ, വഞ്ചകൻ, തള്ളിയിടുന്നവൻ ഒക്കെ വിവിധ രീതികളിലും വിവിധ പേരുകളിലും യാക്കോബിനെ അറിയപ്പെടും. ലേവിയ. ഇപ്പൊ യാക്കോബ് ഒരു ആട്ടിടയനായിരുന്നു ലേവിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലേവിയ ഇസഹാക്കിന്റെ അല്ലെ ഭാര്യ റിബേക്കയ്ക്ക് ജനിച്ച അല്ലെ മക്കളിൽ യാക്കോബും യേശാവും ഇരട്ട മക്കളാണ്, ഇരട്ട കുട്ടികളാണ്. യാക്കോബ് ആട്ടിടയനും യേശാവ് വേട്ടക്കാരനും വനസഞ്ചാരിയുമാണ്. അപ്പൊ യാക്കോബ് എപ്പോഴും കർത്താവിനെയും അവന്റെ അനുഗ്രഹങ്ങളെയും ദാഹിച്ചു കൊണ്ടിരുന്നവനാണ്. എപ്പോഴും കർത്താവിനെ കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും വലിയ ദാഹം യാക്കോബിനുണ്ടായിരുന്നു. ജ്യേഷ്ഠാവകാശം എങ്ങനെയെങ്കിലും തനിക്ക് ലഭിക്കണമെന്ന വാഞ്ചയാൽ തന്ത്രപൂർവ്വം സഹോദരന് പായസം കൊടുത്ത് അവന്റെ വീട്ടിൽ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തവനും കൂടാണ് ഈ യാക്കോബ് എന്ന് പറയുന്ന ആള്. അതിനെക്കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 29 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ തന്ത്രശാലിയായ യാക്കോബ് ഹല്ലേലൂയ മൂത്തവൻ ഇളവനെ സേവിക്കുമെന്ന് ദൈവം റിബേക്കയോട് നേരത്തെ തന്നെ അരുളി ചെയ്തിരുന്നത് പോലെ തന്മൂലം ജ്യേഷ്ഠാവകാശം യാക്കോബിന് തന്നെ ലഭിക്കണമെന്ന് അവളും ആഗ്രഹിച്ചിരുന്നു. യാക്കോബിന്റെ അമ്മയെ ആഗ്രഹിച്ചു. ആകയാൽ യാക്കോബിന് പായസം ഉണ്ടാക്കാൻ വേണ്ട സഹായം റിബേക്ക ചെയ്തു എന്നാണ് നമുക്കിനെ ചിന്തിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പിന്നീട് ഇസഹാക്കിൽ നിന്നും അനുഗ്രഹം തട്ടിയെടുക്കുവാനും വേണ്ട ഉപദേശങ്ങളും സഹായങ്ങളും എല്ലാം യാക്കോബിന് ചെയ്തു കൊടുത്തതും തന്റെ സ്വന്തം മാതാവാണ്. ഹല്ലേലൂയ. ഇപ്പൊ സൂക്ഷ്മബുദ്ധിയായ ഇടയൻ യാക്കോബ് ഒരു വിചാരശൂന്യമായ ശൂന്യായ വേട്ടക്കാരനെ കബളിപ്പിച്ച് എന്ന് പറഞ്ഞാലും ശരിയാ. ഹല്ലേലൂയ. നമ്മൾ പഠിക്കണ്ടേ? ഹല്ലേലൂയ. ഒരേ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ച 2 മക്കളിൽ വ്യത്യസ്ത അഭിരുചിയും വ്യത്യസ്ത നിറവും നോക്കി സ്നേഹിച്ചാൽ ആ മക്കളിൽ അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികളെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ്. അപ്പൊ എങ്ങനെയെങ്കിലും യേശാവിന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കണമെന്നുള്ള യാക്കോബിന്റെ ആഗ്രഹം. പുരാതന കാലങ്ങളിൽ ജ്യേഷ്ഠാവകാശം എന്നത് ഉന്നതമായിരുന്ന ഒരു പദവിയാണ്. പ്രൈസ്. പിതാവിന്റെ വലിയ സ്തോത്രം വസ്തുവകയിൽ
അല്ലെങ്കിൽ മറ്റു മക്കൾക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി ഓഹരി ആ കാലഘട്ടത്തിൽ കൊടുക്കുമായിരുന്നു മൂത്ത മക്കൾക്ക്. കുടുംബത്തിന്റെ തലവൻ എന്ന നിലയിലും ഭരണാവകാശിയാണ് മൂത്ത മക്കൾ. പൗരോഹിത്യ പദവി ഇങ്ങനെ ആദ്യജാതൻ എന്നീ നിലയിലെല്ലാം തനിക്കുണ്ടായിരുന്ന സകല പദവികളും, യേശാവിനുണ്ടായിരുന്ന സകല പദവികളും ഈ യാക്കോബ് തട്ടിയെടുത്തു. അതുകൊണ്ടാണ് ഇവന് ചതിയൻ, വഞ്ചകൻ, തള്ളിയിടുന്നവെന്നൊക്കെ വിളിക്കാൻ കാരണമായത്. അത് ഞാൻ എന്റെ ഭാഗം പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ എങ്കിലും ഇവിടെ ദൈവം ഈ യാക്കോബിനെ ശക്തമായി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നാം ആ ഭാഗത്ത് വളരെ ശ്രദ്ധയോടെ വായിച്ച് പഠിച്ച് ധ്യാനിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യാൻ ലേലിയ. അപ്പം ദൈവമായിട്ടൊരു മൽപിടുത്തമാണ് യാക്കോബ് ചെയ്യുന്നത്. സ്തോത്രം. എന്റെ ചരിത്രഭാഗങ്ങൾ വായിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്, യാക്കോബ് തന്റെ കുടുംബത്തെ മുഴുവൻ രാത്രി യാബോക്ക് നദി കടത്തി വിട്ട ശേഷം അവൻ തനിയെ ശേഷിച്ചപ്പോഴാണ് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം ഹല്ലേലൂയ അവനുമായി മല്ല് പിടിച്ചു എന്ന 28-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. ദിവസം 32-28 നമ്മൾ കാണുകയാണ്. അവൻ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചു എന്ന് ദൈവം തന്നെയാണ് പറയുന്നത്. അല്ലേ? ഈ വാക്യം പറയുന്നത് ദൈവം തന്നെയാണ്. എന്നാൽ യാക്കോബിന്റെ കായിക ബലം കൊണ്ട് അവൻ ജയിച്ചതല്ല നമ്മൾ മനസ്സിലാക്കണം. അവൻ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചു എന്ന് ദൈവം തന്നെ ഇവിടെ പറയുമ്പോൾ യാക്കോബിന്റെ കായിക ബലം കൊണ്ടല്ല ഹല്ലേലൂയ യാക്കോബ് ഇവിടെ ദൈവത്തെ ജയിക്കുന്നത്. ദൈവം അവനെ ജയിപ്പിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം യാക്കോബിനെ ജയിപ്പിച്ച കാരണം അവന്മേലുള്ള ദൈവിക പദ്ധതി, അവന്റെ ജനനത്തിൽ വെച്ച് തന്നെ അവരുടെ വാഗ്ദത്തം യാക്കോബിൽ നിറവേറുവാൻ ദൈവം ഒരു വെളിപ്പാടായിട്ട് യാക്കോബിനെ അവിടെ സന്ദർശിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വെളിപ്പാടാണ് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരൻ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി ദൈവത്തിൽ ഇടിവി നിന്ന് പോരാടി പ്രാർത്ഥിച്ച് അതിന്റെ മറുപടി കാണുമ്പോൾ ലേലിയ നിങ്ങൾ അതിനകത്ത് അഹങ്കരിക്കരുത്, നിഗളിച്ചു പോകരുത്. രക്തം ചെയ്യും. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയത്തില്ലേ, ദൈവത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒരു വിഷയത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി പറയുന്നത് ഞാൻ ദൈവത്തിൽ ഇരുന്നത് കൊണ്ടാണ്, ഉപവസിച്ചത് കൊണ്ടാണ്, ഞാൻ ദൈവത്തിന് വില കൊടുത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം പ്രശംസിക്കുന്ന അനവധി ആളുകളെ കാണാനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ യാക്കോബിന് ആ കഥയൊന്നും പറയാനില്ല കേട്ടോ. ഞാൻ ദൈവത്തിൽ ഇരുന്നത് കൊണ്ടാണ്, ദൈവത്തോട് പോരാടിയത് കൊണ്ടാണ്, മനുഷ്യനോട് പോരാടിയത് കൊണ്ടാണ്, അതുകൊണ്ട് എന്റെ സ്വന്തം കഴിവുകൊണ്ടാണ്, എന്റെ കായിക ബലം കൊണ്ടാണ് ഞാൻ ജയിച്ചതൊന്നും യാക്കോബ് ഇവിടെ പറയുന്നില്ല. അതൊരു ദൈവിക വെളിപ്പാടായിട്ട് ദൈവന് കൊടുത്തതാണ്. ലേലി അവിടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളോടെയും പറയട്ടെ, നിങ്ങൾ ദൈവത്തിന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി കാണുമ്പോൾ സ്വയം അഹങ്കരിക്കരുത് കേട്ടോ, നിഗളിച്ചു പോകരുത്. അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിങ്ങൾ ഉപവസിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ നിലവിളിച്ചതുകൊണ്ടോ പോരാടിയതുകൊണ്ടോ അല്ല നിങ്ങളുടെ വിഷയത്തിന്റെ മറുപടി. നിങ്ങളോട് ദൈവം കരുണ തോന്നി നിങ്ങൾക്കതൊരു ദൈവിക വെളിപ്പാടായിട്ട്, ഒരു ദൈവിക നന്മയായിട്ട്, അനുഗ്രഹമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരുന്നതാണ്. ഹല്ലേലൂയ. ആ ഒരു ചിന്താഗതി ഉള്ളവരാണ് ആത്മീയമായി വളരുന്നത് കേട്ടോ. രക്തം ചെയ്യാം. സ്വയം പ്രശംസിക്കുന്നവർക്ക് ആർക്കും ഉയരുവാൻ കഴിഞ്ഞിട്ടില്ല. സ്വയം പ്രശംസിക്കുന്നവരെല്ലാം താഴെ വീണ ചരിത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരിക്കലും നിങ്ങൾ സ്വന്തം ബലത്തിലും സ്വന്തം ശക്തിയിലും സ്വന്തം മഹത്വത്തിലും നിങ്ങൾ പുകഴ്ച പറയാതെ, നിങ്ങൾ പ്രശംസിക്കാതെ, ഇത് എന്തെങ്കിലും ദൈവം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവമഹത്വമാണ്, ദൈവിക വെളിപ്പാടാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നിങ്ങൾക്ക് ദൈവമാണ് തന്നെന്നുള്ള തിരിച്ചറിവോടെ നിങ്ങൾ ആ പാദപീഠത്തിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണം. ഈശ്വരോ, അങ്ങനെയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇത് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ശക്തമായ ദൂത്, കാലങ്ങളായിട്ട് നീ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് പോരാടി പ്രാർത്ഥിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കാണുന്നില്ല. പക്ഷെ യാക്കോബിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി ദൈവം വെളിപ്പെടുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയായി ദൈവം വെളിപ്പെടാത്തതിന്റെ കാരണം നിന്റെ ജഡത്തിലെ പ്രശംസ നീ മാറ്റണം. ഹല്ലേലൂയ. ചിലരോടൊക്കെ ചോദിച്ചാൽ ചിലരൊക്കെ പറയും അത് ഞങ്ങള് അല്ലെങ്കിൽ 21 ദിവസം ഉപവാസമാണ്. ഹല്ലേലൂയ. ഭക്ഷണപാനീയങ്ങളൊന്നുമില്ലാതെ ദൈവത്തിന് ഇരിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ ഉപവസിക്കുന്നത് കൊണ്ടാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്.
എന്നൊക്കെ പറഞ്ഞ് നീ നിഗളിച്ചു പോകാതെ ദൈവം നിനക്ക് 21 ദിവസം ഉപവസിക്കാൻ അവസരം തന്നാൽ, നീ പോട്ട് ഒരു ദിവസമായാലും 3 ദിവസമായാലും 7 ദിവസമായിരുന്നാലും നീ 21 40 ഉപവസിച്ചാലും നിന്റെ സ്വന്തം ശക്തി കൊണ്ടോ ബലം കൊണ്ടോ നിന്റെ മനോധൈര്യം കൊണ്ടോ അല്ല നീ അത് ചെയ്തത് എന്ന് താങ്കൾ മനസ്സിലാക്കി വരുമ്പോൾ, അല്ലേ, താങ്കളെ അത് ചെയ്യിപ്പിക്കുന്നത് ദൈവത്തിന്റെ കരമാണെന്ന് താങ്കൾ മനസ്സിലാക്കി ആ മഹത്വം ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് താങ്കൾ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം പ്രവർത്തിക്കുന്നത്. രക്തം പല ഉപവാസ പ്രാർത്ഥനകൾക്കകത്തും പല ധ്യാനത്തിനകത്തും ദൈവ സാന്നിധ്യം വെളിപ്പെടാത്തത് സ്വയം പ്രശംസയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസം, ഉപവാസ പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസം, അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പ്രശംസിക്കുക. നമ്മുടെ ധ്യാനത്തിന്റെ മഹത്തായ ദിവസം, ധ്യാനത്തിന്റെ 7ാം ദിവസം, അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കകത്തും ദൈവം പ്രവർത്തിക്കത്തില്ല. അല്ലേ? അപ്പൊ നീ ഒരു ദിവസമായിരുന്നാലും 3 ദിവസമായിരുന്നാലും 7 ആയിരുന്നാലും 20 40 ആയിരുന്നാലും നീ ദൈവത്തിന് വേറിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിന് വേർപാടും വിശുദ്ധിയും പാലിച്ച് നീ തനിച്ചു പാർക്കുക, ദൈവത്തോട് ചേർന്ന് തനിച്ചു പാർക്കുക, നീ ഒരുങ്ങി ദൈവമക്കളുടെ ദൈവദാസന്മാരുടെ കൂട്ടായിട്ട് ഇന്ന് ഉപവസിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ അതിനുള്ള ബലവും ശക്തിയൊക്കെ തന്നത് അങ്ങാണ്. അങ്ങക്ക് എന്താണ് എനിക്ക് വെളിപ്പെടുത്തുവാനുള്ള, അങ്ങയുടെ പ്രവൃത്തി എന്താണ് എന്നിൽ വെളിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ അങ്ങ് പോരാടി പ്രാർത്ഥിച്ച നീതി യാക്കോബ് ചെയ്തവരെ അവിടെ ദൈവം നിനക്ക് വെളിപ്പെടും. പ്രൈസ്. ദൈവിക അരുളപ്പാടുകളും ദൈവിക വെളിപ്പാടുകളും കർത്താവ് നിനക്ക് തരും. നിശ്ചയമായിട്ടും യാക്കോബിനോട് സംസാരിച്ച ദൈവം നിങ്ങളോട് സംസാരിക്കും. അല്ലേ? യാക്കോബിനോട് സംസാരിച്ചതുപോലെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? രക്തം ചെയ്യും. യാക്കോബ് ദൈവസൻ പോരാടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവനോട് ദൈവം സംസാരിക്കുന്നു. അവൻ ദൈവശബ്ദം കേൾക്കുന്നു, അവന്റെ പേര് മാറ്റുന്നു. ഇനി നിന്നെ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ പ്രഭുവായിട്ട് ദൈവം യാക്കോബിനെ വേർതിരിക്കുക. അല്ലേലൂയ. രക്തം ചെയ്യും. അപ്പൊ ദൈവിക അനുഗ്രഹങ്ങളെ കുറിച്ചും ദൈവിക ഇടപെടലുകളെ കുറിച്ചും വളരെ ആഗ്രഹത്തോടെ ഇരുന്ന ഈ യാക്കോബ്, അവരോടാ ദൈവം ഇടപെട്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതേ അനുഭവത്തിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പോരാടി പ്രാർത്ഥിച്ച് തങ്ങളെ തന്നെ താഴ്ത്തുമ്പോഴാണ് സ്വർഗത്തിൽ വസിക്കുന്നവനായി ദൈവം നിങ്ങളുടെ പ്രാർത്ഥന മധ്യേ ഇറങ്ങി വരുന്നത്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇതിന്റെ പ്രാർത്ഥന നടുവിലേക്ക് ദൈവം ഇറങ്ങി വരാൻ സമയമായി. പ്രൈസലോ. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധി പോരാടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവില്, അല്ലേലിയ, ആ വിഷയത്തിന് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണെന്ന് രക്തം ചെയ്യും. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി തരാൻ പോവുകയാണ്. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിഷയത്തിന് നീ സ്വയത്തിൽ അല്ലെങ്കിൽ ജഡത്തിൽ നീ പ്രശംസിക്കാതെ നിന്നെ ഇങ്ങോട്ട് നിനക്ക് പ്രാർത്ഥിക്കുവാൻ അവസരവും ബലവും ശക്തി നൽകുന്ന ദൈവത്തിന് മഹത്വം കൊടുത്തേക്കണം. രക്തം ചെയ്യാൻ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകാൻ പോകും. നമ്മുടെ 20ാം സങ്കീർത്തനമൊക്കെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൻ നിനക്ക് തരുമെന്ന് പറയുക. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ യാക്കോബിനെ പോരാടുന്നവൻ, ചതിയൻ, വഞ്ചകൻ, തള്ളിയിടുന്നവൻ എന്നൊക്കെ ആ ഉപായി എന്നൊക്കെ യാക്കോബിനെ വിളിക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, അവന്റെ ഹൃദയത്തിന്റെ ആഴത്തിനകത്ത് ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചെടുക്കണമെന്നുള്ളൊരു വലിയ ചിന്താഗതി ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. മാത്രമല്ല, അവനെ കുറിച്ചുള്ള ദൈവിക അരുളപ്പാടുകളും ദൈവിക വാഗ്ദത്തങ്ങളും ഒക്കെ തന്റെ മാതാവ് അവനോട് പറഞ്ഞു കൊടുത്ത് അവന്റെ ഹൃദയത്തിൽ അത് പതിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ യാക്കോബിനറിയാം ജ്യേഷ്ഠനായിരിക്കുന്ന ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം അവന് കിട്ടുമെന്നും അവനത് പ്രാപിക്കുന്നുള്ള ആ തിരിച്ചറിവ് യാക്കോബിനുണ്ട്. അതനുസരിച്ച് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അല്ലേ? അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിനക്ക് ചില ദൈവപ്രവർത്തി, നിന്റെ ജീവിതത്തിൽ ചില ദൈവിക നന്മകൾ, ചില ദൈവിക അനുഗ്രഹങ്ങളെ ദൈവം നിനക്ക് തരുമെന്നുള്ള ആ ദൈവിക വെളിപ്പാട് നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടാകണം. രക്തം ചെയ്യും. ആ ആഗ്രഹത്തോടെയാണ് നീ ദൈവസന്നിധി പോരാടി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന നടുവിലേക്ക് ഇറങ്ങി വരുന്നത് ദൈവ സാന്നിധ്യമുണ്ട്. രക്തം ചെയ്യാം. അല്ലേരിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ദൈവം പറയുക, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നിന്നെ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. പിൽക്കാലത്ത് എന്ത് ചെയ്തു? അല്ലെങ്കിൽ കാനാൻ നാടിന് ഇസ്രായേൽ എന്ന രാഷ്ട്രം എന്റെ പേര് കൂടെ ലഭിച്ചു. അല്ലേരിയ.
അപ്പൊ ഇവൻ അല്ലെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് ഇവന്റെ ജീവിതത്തിനകത്ത് മുഴുവൻ മാറ്റങ്ങൾ സംഭവിച്ചു. ഹല്ലേലൂയ. പേരെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ ദൈവിക വെളിപ്പാടിലേക്ക് നിങ്ങൾ കടന്നു വരണം. പ്രൈസലോ. നമ്മൾ കേവലം ഒരു വിശ്വാസിയായി മാത്രം തുടരാതെ, ചിലരൊക്കെ പറയരുത് എനിക്കൊരു വിശ്വാസിയായിട്ട് ഇരുന്നാൽ മതി, ഒരു വിശ്വാസിയായിട്ട് എങ്ങനെയും പോയാൽ മതി എന്നൊക്കെ പറയാറുണ്ട് ചിലർക്ക്. അങ്ങനെയല്ല. നീ ഒരു വിശ്വാസിയായി മാത്രം ഇരിക്കാതെ യാക്കോബിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആഗ്രഹം പോലെ, വാച്ഛ പോലെ നിന്റെ ഹൃദയത്തിനകത്തും വാച്ഛയുണ്ടായി നീ പ്രാർത്ഥനയിൽ പോരാടി ദൈവിക അനുഗ്രഹങ്ങളെ വാങ്ങിച്ചെടുക്കുന്നവനായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് വരാനുള്ള അനുഗ്രഹങ്ങളെ മുഴുവൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു വാങ്ങണം. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ, ദൈവസന്നിധിയിൽ ഇരുന്ന് പോരാടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അതിന് പ്രതിഫലം കാണാൻ കഴിയാതെ, നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ശരീരത്തെ, ജഡത്തെ ദണ്ഡിപ്പിച്ച് ശത്രു നിനക്കെതിരെ എഴുന്നേൽക്കും. പ്രൈസലോ. പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോഴും ഉപവസിക്കുവാൻ ഇരിക്കുമ്പോഴും ദൈവസന്നിധിയിൽ പോരാടി പ്രാർത്ഥിക്കുവാൻ ഇരിക്കുമ്പോഴുമാണ് നമുക്ക് 100 വിധ ആവശ്യങ്ങൾ വരുന്നത്. അപ്പോഴാണ് ജീവിതത്തിൽ ആരും വിളിക്കാത്തവർ പോലും അന്നേരം വിളിക്കും. കുശലം പറയാനില്ലാത്തവരെ കുശലം പറയാൻ കടന്നു വരും. അങ്ങനെ നമ്മുടെ സമയത്തെ തകർക്കുന്ന, ദൈവത്തിന് അകറ്റിക്കളയുന്ന, ദൈവിക വെളിപ്പാടുകൾ പ്രാപിക്കാൻ കഴിയാതെ കൊണ്ട് നമ്മെ അകറ്റുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളുണ്ട്. ശത്രു നിനക്കെതിരെ എഴുന്നേൽക്കും. അവിടെ നീ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തോട് നീ പോരാടി പ്രാർത്ഥിക്കണം. നിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തി കളയാതെ, നിന്റെ മനസ്സിന്റെ ഏകാഗ്രത നീ നഷ്ടമാക്കി കളയാതെ ദൈവത്തിന് നീ ഇന്ന് പോരാടുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുന്ന ശത്രുവിനെ തകർക്കുവാൻ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. അതുകൊണ്ടാണ് 68-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നുവെന്ന്. പ്രൈസലോ. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ സമയമായി. നിന്റെ ശത്രുക്കളെ തുരത്തി ഓടിച്ച്, നിന്റെ ശത്രുക്കളെ നിന്നിൽ നിന്ന് അകറ്റി നിന്നെയും നിന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ. അപ്പൊ യാക്കോബിനെ പോലെ നീ പോരാടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക വെളിപ്പാടുകളെ ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവിക നന്മകളെ ദൈവം നിനക്ക് തരുവാൻ ആഗ്രഹിക്കും. നിന്റെ സകല വിഷയത്തിനും ദൈവം മറുപടി തരാൻ ആഗ്രഹിക്കുക. ഒരിക്കലും നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുന്നില്ല. ഈ കാലഘട്ടത്തിൽ ലോകജനത്തിന് മുമ്പ് ഇതിനെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. തിരുവെഴുത്ത് മുഖാന്തരം കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചതിന്റെ ഫലമായി ഒരുപക്ഷെ നിനക്ക് വീട് നഷ്ടപ്പെട്ട്, വീട്ടുകാർ നഷ്ടപ്പെട്ട്, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ട്, നിന്റെ ഓഹരിയെല്ലാം നഷ്ടപ്പെട്ട് നീ ഒറ്റയ്ക്ക് ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കാം. കുടുംബത്തിൽ അതിൻ്റെതായ ഭാരങ്ങളും പ്രയാസങ്ങളും നീ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. എല്ലാവരും തള്ളപ്പെട്ട് ജീവിതത്തിൽ നിരാശയുടെ അനുഭവത്തിലായിരിക്കും നീ കടന്നു പോകുന്നത്. അങ്ങനെ എല്ലാം നിനക്ക് നഷ്ടപ്പെട്ട ഒരു അനുഭവമാണെങ്കിലും നീ ദൈവത്തിന് പോരാടി പ്രാർത്ഥിക്കുമ്പോൾ, യാക്കോബിനെ പോലെ നീ ദൈവത്തിന് പോരാടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന നടുവിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. പ്രൈസലോ. ആ ദൈവ സാന്നിധ്യമാണ് നമുക്ക് അനുഭവിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ദൈവസന്നിധി നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കിക്കൊണ്ട്, ഹല്ലേലൂയ, ദൈവിക നന്മകളെ, ദൈവിക അനുഗ്രഹങ്ങളെ, ദൈവിക വാഗ്ദത്തങ്ങളെ നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച് വേണം പ്രാർത്ഥിക്കാൻ, രക്തം ചെയ്യാൻ. സഭ ഉപവസിക്കുന്നത് കൊണ്ട്, പാസ് ഉപവസിക്കുന്നത് കണ്ടുകൊണ്ട് നിങ്ങൾ ഉപവസിക്കരുത്. ഹല്ലേലൂയ. ചെല്ലു പറയാറുണ്ട്, പാസ് സ്വാമി ഉപവാസം, അതുകൊണ്ട് ഞാനും ചേർന്ന് ഉപവസിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ സഭയിൽ വിശ്വാസികൾ ഉപവസിക്കുക, അതുകൊണ്ട് ഞങ്ങളും ഉപവസിക്കുക. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന സഭയുടെ ഇടയൻ ഉപവസിക്കുന്നത് കണ്ടതുകൊണ്ടോ, ഇടയന്റെ ഭാര്യ ഉപവസിക്കുന്നത് കണ്ടതുകൊണ്ടോ, സഭയിലുള്ള വ്യക്തികൾ ഉപവസിക്കുന്നത് കണ്ട് നീ ഉപവസിച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. കാരണം അവര് ചെയ്യുന്നത് പോലെ നീ ചെയ്യുന്നു എന്ന് മാത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്തോത്രം, കുഞ്ഞുങ്ങളെ ചോറ് വാരി കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ പിന്നീട് കുഞ്ഞുങ്ങൾ അത് വാരി തിന്നാൻ പഠിക്കുന്ന പോലെ നീ അവരോട് ചേർന്ന് അവരെ കണ്ടുപഠിക്കുക. ഹല്ലേലൂയ. പക്ഷെ നിന്റെ ഉപവാസത്തിനകത്തും പ്രാർത്ഥനയ്ക്കകത്തും അവരെ കണ്ടുപഠിക്കാതെ യാക്കോബിനെ പോലെ നിനക്കൊരു തീരുമാനം ഉണ്ടാകണം. ഹല്ലേലൂയ.
കാരണം യാക്കോബിന്റെ മേലുള്ള വാക്തത്വം വലുതാണ്. അത് അവന്റെ മാതാവിനെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. ലേവിയ ദൈവിക അനുഗ്രഹങ്ങളൊക്കെ യാക്കോബിനുള്ളതാണ്. അത് ദൈവം അവന് കൊടുക്കും. ആ വാക്തത്വങ്ങളെ കുറിച്ച് വലിയ ആഗ്രഹത്തോടെ, വ്യക്തിപരമായ ആഗ്രഹത്തോടെ ആ യാക്കോബ് ദൈവസന്നിധി ഇരിക്കുന്നത്. അല്ലേ, എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ സഭയോടോ സഭയുടെ ദൈവമക്കളോടോ ദൈവദാസന്മാരോടോ ഒക്കെ ചേർന്ന് ഉപവസിച്ചാലും യാക്കോബിനെ പോലും വ്യക്തമായ കാഴ്ചപ്പാട്. യാക്കോബിന്റെ ആഗ്രഹം എന്താ? നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അല്ലേ, അത് വ്യക്തിപരമായ തീരുമാനമാകട്ടോ. സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്കകത്ത് യാക്കോബിന്റെ ഭാര്യമാരില്ല, മക്കളില്ല, ഒരു വ്യക്തി പോലുമില്ല. യാക്കോബ് തനിയെ ഇരുന്ന പറയാൻ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. വ്യക്തിപരമായ തീരുമാനം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയും ദൈവിക വാക്തത്വങ്ങളും നിങ്ങൾക്ക് തരാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചും വ്യക്തമായ തീരുമാനത്തോടെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും ദൈവിക വാക്തത്വങ്ങളും നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ അതിനെ വിടുകയില്ലെന്ന് നീ യാക്കോബിനെ പോലെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. രക്തം ചെയ്യാം. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ വ്യക്തിപരമായ തീരുമാനം ഉണ്ടായിരിക്കണം. അപ്പൊ യാക്കോബ് എപ്പോഴും കർത്താവിനെയും തന്നെ അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ദാഹിച്ചുകൊണ്ടിരുന്നു. ജ്യേഷ്ഠാവകാശം എങ്ങനെയെങ്കിലും തനിക്ക് ലഭിക്കണമെന്ന വാശിയാൽ തന്ത്രപൂർവ്വം സഹോദരന് പായസം കൊടുത്തു. അതിനു പകരം ജ്യേഷ്ഠാവകാശം കൈവശമാക്കി. തന്റെ പിതാവായ ഇസഹാക്ക് വൃദ്ധനായ അതിനാൽ അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. ആ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് യേശാവെന്ന് നടിച്ചുകൊണ്ട്, യേശാവിനെന്ന് അഭിനയിച്ചുകൊണ്ട് അല്ലേലിയ അപ്പന്റെ അനുഗ്രഹവും കൈവശമാക്കിയെടുത്തു. തന്റെ അമ്മാവനായ ലാബാന്റെ ആടുകളെ പല വിധത്തിൽ തന്ത്രപൂർവ്വം തന്റേതാക്കി. മാത്രമല്ല, രാത്രി മുഴുവനും കർത്താവിനോട് കൂടെ അവൻ പോരാടി. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകില്ല. അപ്പം തന്റെ അമ്മാവനായിരിക്കുന്ന ലാബാന്റെ ആടുകളെ തന്ത്രപൂർവപരമായിട്ട് യാക്കോബ് കൈക്കലാക്കുക. ഇവൻ എവിടെ ചെന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പ്രൈസോ. അപ്പൊ നീ എന്നെ അനുഗ്രഹിച്ചില്ലാതെ എന്നെ വിടുകയില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനും കഴിഞ്ഞു. അപ്പൊ എന്താണ്? യേശാവിന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു, അപ്പന്റെ അനുഗ്രഹവും തട്ടിയെടുത്തു, ലാബാന്റെ ആടുകളെ അവന്റെ കൈവശമാക്കി. പിന്നെ അവൻ ദൈവത്തോടെ മറ്റുപിടിക്കുന്നത്. ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടുകയില്ല. ഹല്ലേലൂയ. അത് ദൈവത്തിന് ഇഷ്ടമായി എന്നുള്ളതാണ്. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമായപ്പോഴാണ് ദൈവം സ്വർഗം വിട്ടിറങ്ങി അവന്റെ അരികിൽ വന്നത്. ഹല്ലേലൂയ. അങ്ങനെ യാക്കോബിന്റെ പേരൊരു അനുഗ്രഹം. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഓർന്ന് നോക്കി, എന്നിട്ട് ദൈവം ഇസ്രായേൽ അവനെ നിന്റെ പേര് മാറ്റുക. നിന്റെ യാക്കോബ് എന്നുള്ള പേര് മാറ്റി ഇസ്രായേലിനാക്കുക. ഇസ്രായേൽ എന്ന വാക്കിന് ദൈവത്തോടും മനുഷ്യരോടും പോരാടി ജയിച്ചവൻ, ദൈവത്തിന്റെ പ്രഭു എന്നൊക്കെയാണ് നമ്മൾ പല പ്രാവശ്യം കേട്ടു. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, നീ ദൈവത്തോടും മനുഷ്യരോടും പോരാടി യാക്കോബ് ജയിച്ചതുപോലെ നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഉപവസിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. എല്ലാം ശരിയാണ്. പക്ഷെ ഇതുവരെയും അനുഗ്രഹങ്ങളൊന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദൈവിക വെളിപ്പാട് പോലും നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ദൈവം ഇന്ന് പകൽ നിന്നെ ഒരു വെളിപ്പാട് കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. യാക്കോബിന് ഒരു വെളിപ്പാടായിട്ട് ദൈവം പ്രത്യക്ഷമായതുപോലെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു വെളിപ്പാടായിട്ട് ഇറങ്ങി വരാൻ പോവുകയാണ്. സ്തോത്രം. നിന്റെ വിഷയങ്ങൾക്കൊരു മറുപടിയായി യേശു ഇറങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്നോട് വ്യക്തിപരമായിട്ട് സംസാരിപ്പാൻ യേശു ആഗ്രഹിക്കുക. സ്തോത്രം. നിങ്ങളോട് വ്യക്തിപരമായി. ഹല്ലേലൂയ. ഹോശേയയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവളെ മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായിട്ട് സംസാരിച്ചു വായിക്കുന്നത് പോലെ അത് നിങ്ങളോട് വ്യക്തിപരമായിട്ട് സംസാരിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. പലരും കൂടിയിരിക്കുന്നിടത്ത് പലരോടൊപ്പം നീ ഇരുന്ന് സംസാരിക്കുമ്പോൾ അല്ല ദൈവം നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. വ്യക്തിപരമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഏകനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഏകാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നീ ഒറ്റയ്ക്ക് മാറിയിരുന്ന് ദൈവത്തിനെ ഉപവസിക്കുമ്പോൾ യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുക. നിന്റെ സകല വിഷയത്തിനും മറുപടിയായി യേശു ഇറങ്ങി വരാൻ പോവുകയാണ്. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചൊന്നും വ്യർത്ഥമല്ല കേട്ടോ, നഷ്ടമല്ല.
നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നാളുകൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. നീ ദൈവസ്ഥനെ പോരാടി പ്രാർത്ഥിച്ചതിന്റെ മറുപടി എല്ലാം ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. രക്തജയം. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവന്ന് നിന്റെ വിശാലമായ വഴിയിലേക്ക് കൊണ്ടുവന്ന് ആമേൻ നിന്റെ അതിരുകളെ വിശാലമാക്കാൻ പോവുക ദൈവം. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ഒരു പ്രാർത്ഥന കൊണ്ട് ദൈവിക വെളിപ്പാടുകൾ അവൻ നിറയപ്പെട്ടത് കൊണ്ട് യാക്കോബിന്റെ അതിരുകൾക്ക് ഒരു വിശാലത കൊടുത്തതുപോലെ, യാക്കോബിന്റെ അതിരുകൾക്ക് ഒരു വിശാലത കൊടുത്തതുപോലെ എബേസിന്റെ പ്രാർത്ഥന പോലെ ഒരു വിശാലത. നീ എന്റെ അതിര് വിശാലമാക്കണമെന്ന് എബേസ് പ്രാർത്ഥന പോലെ യാക്കോബ് ദൈവസ്ഥലില് പോരാടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? യാക്കോബിന്റെ ജീവിതത്തിനകത്ത്, അവന്റെ പ്രാർത്ഥനയ്ക്കകത്ത്, അവന്റെ അനുഗ്രഹത്തിനകത്ത് ഒരു വലിയ വിശാലത കണ്ടു. അത് ദൈവം നിനക്കൊരു വിശാലമായ നിന്റെ അതിരുകളെ ദൈവം ഒന്ന് വിസ്താരമാക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ നിങ്ങൾ വളരെ ഇടുങ്ങിയ അനുഭവത്തിൽ, ഞെരുങ്ങിയ അനുഭവത്തിലായിരിക്കാം കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. തലചായിപ്പാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ, തലചായിപ്പാൻ ഒരു ഭവനമില്ലാതെ, ഹല്ലേലൂയ, കുടുംബത്തിനകത്ത് കൂടെ നിന്ന് ആശ്വസിപ്പിക്കുവാൻ, കൂടെ നിന്ന് സന്തോഷിപ്പാൻ ഒരു കുട്ടിയില്ലാതെ ഭാരപ്പെടുന്ന, സാമ്പത്തികമായി നീ വളരെ പിന്നോക്കം നിൽക്കുന്ന സാഹചര്യമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. വിവിധ തലത്തിൽ നീ ഭാരം അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. അതിനെല്ലാം ഒരു പരിഹാരമായിട്ട് യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോയ, നിന്റെ സകല വിഷയത്തിനും ഒരു വിസ്താരം ദൈവം തരാൻ പോയി. നിങ്ങൾ എങ്ങനെയെങ്കിലും മുന്നേറണമെന്ന വാഞ്ചയും ദാഹവും ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. യാക്കോബിന്റെ ജീവിതത്തിന്റെ എനിക്ക് എങ്ങനെയെങ്കിലും മുന്നേറണം, ജയിക്കണം, അവകാശങ്ങൾ പ്രാപിച്ചെടുക്കണം, വാഗ്ദത്തങ്ങളിൽ നിറയപ്പെടണം, വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹവും ദാഹവും യാക്കോബിനുണ്ടായിരുന്നു. അല്ലേ? അതേപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ അനുഭവം ഉണ്ടായിരിക്കണം. ഉയർച്ച പ്രാപിക്കണം, അനുഗ്രഹം പ്രാപിക്കണം, ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണം കാണണം, കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട ദൂതുകൾ ജീവിതത്തിൽ നിറവേറണം എന്നൊക്കെയുള്ള ആ വലിയ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. രക്തജയം. ആ വിശാല മനസ്സോടെ നീ ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന്റെ കരം അവിടെ വെളിപ്പെടും. ഹല്ലേലൂയ. കരഞ്ഞു കരഞ്ഞു മടുത്ത വിഷയത്തിനാണ് ദൈവം പ്രവർത്തിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് പോരാടി അവകാശത്തെ നിങ്ങൾ പ്രാപിക്കണമെന്നുള്ള ദാഹം നിങ്ങൾക്ക് ആവശ്യമാണ്. ആത്മീയ വരങ്ങളും ആത്മീയ ഫലങ്ങളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലെ നിങ്ങൾ നിറയപ്പെടണം. ഹല്ലേലൂയ. നിങ്ങൾ യാക്കോബ് പോരാടി പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പോരാടി പ്രാർത്ഥിക്കുന്നത്? നമ്മളാണെങ്കിൽ കർത്താവ് എനിക്ക് വീട് വേണം, സ്ഥലം വേണം, മക്കൾ പഠിക്കണം, അവർക്ക് നല്ല ജോലി കിട്ടണം, വിദേശത്ത് പോകണം, വിസ കിട്ടണം, അവർക്ക് അഡ്മിഷൻ കിട്ടണം, എൻട്രൻസ് ജയിക്കണം, നീറ്റ് പരീക്ഷ ജയിക്കണം, മക്കൾക്ക് നല്ല ഭാവി കൊടുക്കണം, തക്ക തുണയിക്കണം, തലമുറയിക്കണം. ഇതൊക്കെയായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കുന്നത്. അല്ലേ? അതൊക്കെ നല്ല കാര്യമാണ്, ഒന്നും വേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന്റെ നടുവിലും അങ്ങനെ നീ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞ് നീ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം ആ മറുപടി തരികയില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനകത്ത് വേറൊരു വിഷയം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പോരാടി പ്രാർത്ഥിക്കും. കർത്താവ് ആത്മീയ വരങ്ങളാലും ഫലങ്ങളാലും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും എന്നെ നിറയ്ക്കണമെന്ന് നീ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ആത്മീയ വരങ്ങളാലും ഫലങ്ങളാലും നിങ്ങളെ നിറയ്ക്കണമെന്ന് ദൈവസ്ഥലിൽ നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മശക്തി നിന്റെ മേൽ വന്ന് കഴിയുമ്പോൾ തന്നെ നിനക്കെതിരെ എതിർക്കുന്ന സകല തന്ത്രങ്ങളും പൊളിഞ്ഞിട്ട് സകല തന്ത്രങ്ങളും നീങ്ങി ആമേൻ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. രക്തം ചെയ്യും. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമായിട്ട് നിങ്ങൾ പറയരുത്. നമ്മൾ പോരാടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളായിട്ട് മാത്രം പറയരുത്. പലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കാണാൻ കഴിയാത്തത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ലേരിയ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നീ ഉപവസിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടാൻ വേണ്ടി, ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെട്ടു, വരങ്ങളാൽ നിറയപ്പെട്ടു വലിയ ആത്മഭാരത്തോടെ അല്ലെങ്കിൽ നീ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടാനുകൂടി ജനങ്ങൾ ഈ ലോകത്തിലുണ്ട്. അവരെ കുറിച്ചുള്ള ആത്മഭാരത്തിന് വേണ്ടി, ആത്മഭാരത്തോടെ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയ്ക്കല്ല ഒരു മാറ്റം വരണം. സ്തോത്രം. അപ്പൊ യാക്കോബിന്റെ തീരുമാനം നിങ്ങൾക്ക് ആവശ്യമായി. ഏലിശയും എങ്ങനെയെങ്കിലും ഇരട്ടി വരങ്ങൾ അവകാശമാക്കണമെന്നുള്ള ചിന്തയോടെ, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തോടു കൂടി ഏലിയാവിന്റെ പിന്നാലെ നടക്കുകയാണ്. അവൻ ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു തീരാ വാഞ്ചയോടുകൂടിയാണ് ഏലിയാവിന്റെ പുറകെ നടക്കുന്നത്. യാക്കോബിനെ പോലെ തന്നെ വലിയൊരു ആഗ്രഹം ഏലിശയ്ക്കും. യാക്കോബിന് എങ്ങനെയെങ്കിലും ദൈവിക അനുഗ്രഹം പ്രാപിക്കണം, ഒരു വിശാലത, അതിരുകളൊന്ന് വിസ്താരമാകണം. അത് തന്നെ ഏലിശയ്ക്കും. അല്ലെങ്കിൽ ഏലിശയ്ക്കും പറയുന്നത്, എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഏലിയാവിനെ വിടണാതെ ഏലിശ പുറകെ നടക്കുക. സംഭവിച്ചത് എന്താണ്? ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഏലിശ പ്രാപിച്ചെടുത്തു. സ്തോത്രം. അല്ലേലിയ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ആത്മഭാരമാണ് ആവശ്യം. അല്ലേലിയ. അപ്പൊ യാക്കോബ് തന്റെ ജീവിതകാലം മുഴുവനും മാതാപിതാക്കന്മാരെ അനുസരിച്ചുകൊണ്ട് അവരെ സന്തോഷപ്പെടുത്തി എന്നുള്ളത് നമുക്ക് വചനം വായിക്കാൻ കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബിന്റെ ജീവിതകാലം മുഴുവൻ മാതാപിതാക്കന്മാരെ അനുസരിച്ച് അവരെ സന്തോഷപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളോട് ദൈവത്തിന്റെ ആത്മാവിന് ഈ പ്രഭാതത്തിൽ പറയാനുള്ള ദൂതെന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മാതാപിതാക്കളെ അനുസരിച്ച് ബഹുമാനിച്ച് അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഒരുപക്ഷെ അവർ നിങ്ങൾക്കെതിരായിരിക്കാം. നിങ്ങൾ വിശ്വാസത്തിൽ വന്നതിന്റെ പേരില്, നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടതിന്റെ പേരിൽ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങൾക്കെതിരായിരിക്കാം. അല്ലേലിയ. എന്നാൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും നിന്റെ ആരാധനയ്ക്കകത്തും അല്ലെങ്കിൽ നിന്റെ വിശുദ്ധ ജീവിതത്തിനകത്തും അവരെ കുറിച്ച് പഴി പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കുറിച്ച് മോശമായി സംസാരിക്കാതെ അവരെ കുറിച്ച് നല്ലത് പറയണം. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണെങ്കിൽ പോലും പറഞ്ഞു, എന്റെ മാതാപിതാക്കൾ നല്ലവരാണ്, എന്റെ സഹോദരങ്ങൾ നല്ലവരാണ്, അവർക്ക് വേണ്ടി കണ്ണുതിരോടെ അഭയായാചന കഴിക്കണം. അല്ലേലിയ. അപ്പൊ യാക്കോബ് തന്റെ മാതാപിതാക്കന്മാരെ അനുസരിച്ചുകൊണ്ട് അവരെ സന്തോഷപ്പെടുത്തി. അപ്പൊ യേശു ക്രിസ്തു തന്റെ 30 വയസ്സുവരെ മാതാപിതാക്കന്മാരെ അനുസരിച്ചു. അല്ലേലിയ. യാക്കോബ് മാതാപിതാക്കന്മാരെ അനുസരിച്ചു. യേശു ക്രിസ്തു തന്റെ 30-ാം വയസ്സുവരെ മാതാപിതാക്കന്മാരെ അനുസരിച്ച് ബഹുമാനിച്ചും അവർക്ക് കീഴ്പ്പെട്ടിരുന്നു. അല്ലേലിയ. സ്തോത്രം. അവൻ ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പി ലേഖനം 2:8 വായിക്കുന്നുണ്ട്. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, നിങ്ങൾക്ക് അനുസരണമുണ്ടോ? അല്ലേലിയ. അപ്പൊ യാക്കോബ് മാതാപിതാക്കന്മാരെ അനുസരിച്ചും അവരെ സന്തോഷിപ്പിച്ചും കൊണ്ട് ജീവിച്ചതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരശുശ്രൂഷ ആരംഭിക്കുന്ന സമയം വരെ 30 വയസ്സുവരെ. അല്ലേലിയ. ആമേൻ. സ്തോത്രം. യോസേപ്പിനും മറിയയ്ക്കും യേശു കീഴ്പ്പെട്ടിരുന്ന് അനുസരിച്ച് അവരെ ബഹുമാനിച്ചും ആദരിച്ചും അവരെ സന്തോഷപ്പെടുത്തിയും യേശു ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ യാക്കോബ് മാതാപിതാക്കന്മാരെ അനുസരിച്ചതിനാൽ കർത്താവ് അത് കണ്ടു. യാക്കോബിന് ദർശനമായി. ഹല്ലേലൂയ. അതെ, മാതാപിതാക്കന്മാരെ അനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്കാണ് ദൈവിക ദർശനം വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനെയും ശുശ്രൂഷയും അനുസരിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും നൽകും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തിനകത്ത്, ആത്മീയ ജീവിതത്തിനകത്ത് നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ രക്തം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പാടുകൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ, നിങ്ങളുടെ വാക്തത്വങ്ങളുടെ പൂർത്തീകരണങ്ങളെല്ലാം അവിടെ വെളിപ്പെടാൻ തുടങ്ങും. രക്തം ചെയ്യും. അനുസരിക്കുക. അല്ലേലൂയ. അപ്പോൾ ലോകപ്രകാരവും ആത്മീയ പ്രകാരവും നിങ്ങളെ അനുഗ്രഹിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചല്ല. നമ്മുടെ കർത്താവ് ലോകപ്രകാരവും ആത്മീയപരമായി അല്ലെ ഭൗതികമായും ആത്മീയമായും ദൈവം തന്നെ അനുഗ്രഹിക്കുമെന്ന് രക്തം ചെയ്യും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഭൗമികമായും ആത്മീയമായും ദൈവം തന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ പോവുകയാണ്. അല്ലേ, നിനക്ക് മുമ്പിൽ നിൽക്കുന്ന എരിഹോം പോലെയുള്ള മതിൽക്കെട്ടുകളെ അതിനെ തകർത്ത് കളഞ്ഞിട്ട്, അല്ലേ, അതിനെ ഇടിച്ചു കളഞ്ഞിട്ട് നിനക്ക് മുമ്പിൽ വിശാലമായൊരു വാതിൽ തുറന്ന് നിന്റെ പ്രാർത്ഥനയുടെ എല്ലാം മറുപടിയായി മാത്രമല്ല നിന്റെ കുടുംബത്തിന്റെ ആതിര ദൈവം വിശാലമാക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ചോദിക്കുന്നതിനും നിനക്കുന്നതിനും അത്യന്തപരമായി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസ്ഥലേക്ക് മടങ്ങി വരണം.
നമ്മൾ സ്തോത്രമല്ല, നമ്മൾ അല്ലെങ്കിൽ സ്തോത്രം സംഖ്യാപുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സംഖ്യാപുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ 24-ാം അധ്യായം എന്റെ 5-ാമത്തെ വാക്യമൊക്കെ വായിക്കൊണ്ട്, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. അല്ലേ? ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ബിലയാമിന്റെ പ്രവചനങ്ങളാണ്. അല്ലേലിയ. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നത് യഹോവയ്ക്ക് പ്രസാദമെന്ന് ബിലയാം കണ്ടപ്പോൾ അവൻ മുമ്പിലത്തെ പോലെ ലക്ഷണം നോക്കുവാൻ പോകാതെ മരുഭൂമിക്ക് നേരെ മുഖം തിരിച്ച് ബിലയാം തല ഉയർത്തി ഇസ്രായേൽ ഗോത്രമായി പാർക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വാങ്ങും. അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്. അല്ലേലിയ. ബെയോരിന്റെ മകനായി ബിലയാം പറയുന്നു, കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ പറയുന്നു, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, സർവശക്തന്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുക. ഈ ബിലയാം പറയുക, യാക്കോബിന്റെ കൂടാരത്തെ കണ്ടിട്ട് പറയുക, യാക്കോബി നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലിൽ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമാണ്. അപ്പൊ ദൈവസനി പോരാടി പ്രാർത്ഥിച്ചതിന്റെ ഫലം, ദൈവിക വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതിന്റെ ഫലം. അല്ലേലിയ. ആ യാബോക്ക് കടവിങ്കൽ വെച്ച് അവൻ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ചതിന്റെ ഫലം. ആമേൻ. ദൈവിക വെളിപ്പാടുകൾ അവൻ പ്രാപിച്ച്, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചതുകൊണ്ട് പിന്നത്തേതിൽ ബിലയാമിന്റെ കണ്ണ് ദൈവം തുറന്നപ്പോൾ, അല്ലേലിയ, ബിലയാമിന്റെ കണ്ണ് തുറന്നപ്പോൾ യാക്കോബിന്റെ കൂടാരങ്ങളെ കണ്ടിട്ട് ബിലയാം പറയുകയാണ്, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരമെന്ന്. അതെ, ഇത് നിന്നെ കുറിച്ചും പറയാൻ പോവുക. അല്ലേലിയ. നീ പോരാടി പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ മറുപടി ദൈവം നിനക്ക് തരുമ്പോൾ ലോകം നിന്നെ നോക്കിയിട്ട് പറയും, എന്റെ സഹോദര സഹോദരി, നല്ലൊരു സ്തോത്രം, നിന്റെ കൂടാരങ്ങൾ, നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം, നിന്റെ ജീവിതം എത്ര സന്തോഷം, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ലോകം നിന്നോട് ചോദിക്കുന്ന ഒരു ദിവസമായി ഈ നാളുകൾ. അല്ലേലിയ. കർത്താവ് നിന്നെ കൈവിട്ട് കളയത്തില്ല കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഒരിക്കലും കർത്താവ് നിന്നെ കൈവിട്ട് കളയത്തില്ല. യാക്കോബിനെ കൈവിട്ട് കളയാതെ യാക്കോബിന്റെ വിഷയങ്ങൾക്ക് മറുപടി നൽകി, യാക്കോബിനെ അവന്റെ കുടുംബത്തെയും അവന്റെ അതിരുകളെയും വിസ്ഥാനമാക്കിയ ഒരു ദൈവമുണ്ട്. അത് നിന്റെ പ്രാർത്ഥനയ്ക്കകത്തും ദൈവം പ്രവർത്തിക്കും. യാബോക്ക് നദിക്കരയിൽ വെച്ച്, യാബോക്ക് കടവിൽ വെച്ച് അവൻ ദൈവത്തോട് പോരാടി പ്രാർത്ഥിച്ചു. ഒരു ദൈവിക വെളിപ്പാട് പോലെ അവനോട് ദൈവം സംസാരിച്ചതുപോലെ, ഹല്ലേലൂയ, ആ ദൈവ സാന്നിധ്യം എവിടെ വെച്ച് യാക്കോബ് അനുഭവിച്ചറിഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിനകത്തും നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. രക്തജയം. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചത് സ്തോത്രം പറയാമോ? ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ചില ദൂതുകൾ കൈമാറുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നിന്നോട് സംസാരിക്കുമ്പോൾ, വ്യക്തമായി ഇടപെടുമ്പോൾ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ അവന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുമ്പോൾ, ഹല്ലേലൂയ, നീ ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കണം കേട്ടോ. ഹല്ലേലൂയ. നിന്റെ ഇന്നലകളിലെ പ്രാർത്ഥനകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നീ ഉപവസിച്ചതും കരഞ്ഞതും നഷ്ടപ്പെട്ടിട്ടില്ല. അതിന്റെ മറുപടി നീ കാണാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങൾ മാറാൻ പോകുക. നിന്റെ സങ്കടങ്ങളെ ദൈവം നീക്കാൻ പോകുക. നിന്റെ ശാപങ്ങളെ ദൈവം നീക്കാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് നിലനിൽക്കാൻ മാറാ വ്യാധിയെ ദൈവം നീക്കാൻ പോകുക. നിന്റെ തലമുറയെ തകർക്കുന്ന അസന്മാർഗമായി കൂട്ടുകെട്ടുള്ളവരെ വിടിവിച്ച് അവരെ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്നെ, നിന്റെ കുടുംബത്തെ ദൈവം ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. എല്ലാ ബന്ധനത്തിൽ നിന്ന് വിടിവിച്ച്, എല്ലാ രോഗത്തും, എല്ലാ പൈശാചിക പോരുകളും ദൈവം നിന്റെ കുടുംബത്തെയും വിടിവിക്കുവാൻ ആഗ്രഹിക്കുക. ശത്രുവിന് വിട്ടുകൊടുക്കാതെ, പിശാചിന് വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുക. അതുകൊണ്ട് അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നിനക്കത് പറയാൻ കഴിയണം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമേ, ഹല്ലേലൂയ, അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം, അവരുടെ അതിരുകളെ വിശാലമാക്കിയ ദൈവമേ, ഇന്ന് പകൽ എന്റെയും അതിരൊന്ന് വിശാലമാക്കി പിതാക്കന്മാരോട് ഇടപെട്ട ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമേ. ഒരു ദൈവിക വെളിപ്പാടായി, ഒരു ദൈവിക ദർശനമായി അങ്ങനെ ആ സാന്നിധ്യം എനിക്ക് അനുഭവിപ്പാൻ, ആ ദൈവ ശബ്ദം കേൾക്കുവാൻ എന്നെ ഞാൻ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കരുത്. ഒരു വലിയ ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടും കേട്ടോ. സ്തോത്രം. പരാജയത്തെ മുഴുവൻ ദൈവം മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് ചില കുടുംബങ്ങളിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോവുകയാണ്. ചില കുടുംബങ്ങളൊക്കെ ദൈവം തൊടാൻ പോവുകയാണ്. സ്തോത്രം. അത് നിന്റെ എല്ലാ ശാപവും മാറുന്ന ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തോട് പോരാടി അങ്ങ് പ്രാർത്ഥിക്കണം. ഫ്രൈസറും അദ്ദേഹത്ത് പ്രശംസിക്കരുത്, മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട്. അത് ഇന്ന് പകൽ നിന്നോടൊപ്പം ചേർന്ന് കർത്താവേ, യാക്കോബ് പോരാടി പ്രാർത്ഥിച്ചതുപോലെ ഞാൻ അങ്ങയുടെ സന്നിധിയെ പൂർണ്ണമായി താഴ്ത്തുകയാണ്. ദൈവിക വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുള്ള വാഞ്ചയോടെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ഇതുവരെ ഞങ്ങൾ കടന്നുപോയി, ഞങ്ങളുടെ കുടുംബം കടന്നുപോയി, ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നിലവില് അങ്ങ് അവിടുന്ന് കർത്താവെ വിടുവിച്ച് ഒരു വിശാലത ദൈവം നൽകി. ഭാവി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതുപോലെ ഈ നാളുകളിൽ കർത്താവി വചനം കേട്ടുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തിൽ കർത്താവിയുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖല ഭരിക്കുന്ന വിവിധ മേഖലയിലായിരിക്കുന്നവരെ കർത്താവ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഉള്ളോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരും എല്ലാം ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. അതിർത്തികൾ കാക്കുന്നവർക്കായി BSF, CRPF, ഞങ്ങളുടെ കരസേന, വ്യോമസേന, നാവികസേനയ്ക്കായി കർത്താവ് നിയമനിർമ്മാണ രംഗത്തിൽ ക്രമസമാധാന പാലകരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിലെ വിവിധ സെക്ഷനുകളെ, ജുഡീഷ്യൽ വിവിധ വകുപ്പുകളെയും, കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക, വാഹന യാത്രയും വാഹന നിർമ്മാതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, കടലോര വാസികൾ, തീരദേശവാസികൾ, മത്സ്യബന്ധനത്തിലായിരിക്കുന്നവരെ കർത്താവെ, അമ്മ സമുദ്രത്തിന്റെ ആളുകളിൽ ജോലി ചെയ്യുന്നവർ, കടലോര കരികളിലും കമ്പനിയിലും ഫാക്ടറിയിലും ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളും വ്യവസായികളെയും എല്ലാ വഴിയോര കച്ചവടക്കാരെയും, കർഷക മേഖല, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, കർത്താവ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, എല്ലാ മേഖലയിലും കർത്താവ് ഒരു വിശാലത ദൈവം കൊടുക്കണമേ. കർത്താവ് സഹകരണ മേഖല, പൊതുമേഖല, ബാങ്കിങ് മേഖല, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖല, സാമ്പത്തിക മേഖലയിൽ എല്ലാം ദൈവം പ്രവർത്തിക്കണം. കർത്താവ് സ്തോത്രന്റെ ഭരണവിദേശ പാർട്ടികൾ, മത, സാമൂഹിക, സാംസ്കാരിക സംഘടന രംഗം, ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരെ, മദ്യപാനത്തിന്, മയക്കുമരുന്നിന്, ലഹരിപ്പത അടിമപ്പെട്ട് കിടക്കുന്നവരെ, വിവിധ ബന്ധനങ്ങളുടെ കടന്നുപോയി ശാപത്തിലും രോഗത്തിലും മഹാവ്യാധിയാലും കടന്നു പോകുന്ന കുടുംബങ്ങളെ ദൈവം വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യൗവനത്തിലും വാർദ്ധക്യത്തിലും ആരംഭത്തിലും അശമ യാചന, ഓർഫനേജ് തലമുറയിലായിരിക്കുന്നുണ്ട്. വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഭവത്തിൽ കടന്നു പോകും വിവിധ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണം. ദേശ രാജ്യങ്ങളിൽ ജോലിക്കായി കടന്നുപോയി വിസ നഷ്ടപ്പെട്ട വിശാല കാലാവധികൾ വിസ പുതുക്കി കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, സാലറി കിട്ടാതെ ഭാരപ്പെടുന്ന, നാട്ടിലേക്ക് കടന്നിട്ട് കഴിയാതെ ഭാരപ്പെടുന്നവർ, വിവിധ ക്രിമിനൽ സുഖപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശരാജ്യം ജോലിക്ക് കടന്നുപോയി പീഡാനുഭവിക്കുന്ന സഹോദരങ്ങൾ, സൗരന്മാരുണ്ട്. അവരുടെ വിഷയത്തിനൊക്കെ ദൈവം മറുപടി കൊടുക്കണമേ. പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന്റെ കൂത്തുകാഴ്ചയിലകപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതെ ദൈവത്തോട് ചേർന്ന് യാക്കോബിനെ പോലെ വിശാല മനസ്സ് കൊടുത്ത് ദൈവസ്ഥനെ പ്രാർത്ഥിച്ച് കർത്താവ് ദേവി അനുഗ്രഹം പ്രാപിക്കുവാൻ തലമുറ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സുവിശേഷം മുഖാന്തരം കേരളത്തിലെ ഭാരതലോക രാജ്യങ്ങളിൽ കടന്നു പ്രവർത്തിക്കുന്ന ദേവദാസന്മാരുടെ കുടുംബങ്ങൾ, തലമുറകളെ സുവിശേഷമാൻ ജയിലനുഭവിക്കുന്നവരെ വിടുതൽ കൊടുക്കണം. തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കും മനസ്സാധനം കൊടുക്കാനായി ദൈവത്തെ ഭയപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തു മധ്യാകാശം വരെ വീട്ടുവാസനമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഭാവി മനുഷ്യൻ പാപശാപ രോഗ ജീവിതം വിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഈ ജനത്തിന് ആത്മീയ കണ്ണുകൾ തുറക്കേണ്ടതായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവ് സകല ജനത്തെ അനുഗ്രഹിക്കണമേ. സകല രാജ്യങ്ങളോട് 800 കോടിയിലധികം ജനത്തിന്റെ വിടുതലിനായി ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വിരിയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.